നാളെ തൊട്ട് ഒട്ടുമിക്ക +1 വിദ്യാർത്ഥികൾക്കും എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ കുട്ടികൾക്ക് ഉണ്ടാകാൻ ചാൻസ് ഉള്ള സംശയമാണ് വെയിറ്റേജ്, ചാപ്റ്റർ വൈസ് വെയിറ്റേജ് മാർക്കിനെ കുറിച്ച്, ഓരോ സബ്ജക്റ്റിൻ്റെയും വെയിറ്റേജ് മാർക്കിനെ കുറിച്ചിട്ട്. എല്ലാവരും ഇപ്പോൾ ഓരോ സബ്ജക്റ്റിൻ്റെയും വെയിറ്റേജ് മാർക്കുകൾ യൂട്യൂബിലും അതുപോലെ തന്നെ ഗൂഗിളിലും HSS ലൈവിലും ഒക്കെ സെർച്ച് ചെയ്തിട്ടിരിക്കുമായിരിക്കും. നമ്മുടെ 1-2 വീഡിയോസിൽ 1-2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ മോഡൽ എക്സാമിന് വന്ന അതേ വെയിറ്റേജ് തന്നെ ആയിരിക്കുമോ ഈ പബ്ലിക് എക്സാമിന് വരുന്നതെന്ന്. അപ്പോൾ അതിനുള്ളൊരു ആൻസറാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഹായ് ഓൾ, ദിസ് ഇസ് വിഷ്ണുപ്രിയ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് എനേബിൾ ദ ബെല്ലൈക്കൺ. അപ്പോൾ മാർക്കിനെ കുറിച്ച് പറയുമ്പോൾ, വെയിറ്റേജ് മാർക്കിനെ കുറിച്ച് പറയുമ്പോൾ ഓരോ സബ്ജക്റ്റിൻ്റെയും വെയിറ്റേജ് മാർക്ക് നമുക്ക് അവൈലബിൾ ആണ്. HSS ലൈവിനകത്ത് തന്നെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓരോ സബ്ജക്റ്റിൻ്റെയും ഓരോ ചാപ്റ്ററിൻ്റെയും എത്രമാത്രം മാർക്ക് വരാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ നമുക്ക് വെയിറ്റേജ് മാർക്കിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആ ഒരു പർട്ടിക്കുലർ ചാപ്റ്ററിൽ നിന്ന് എത്ര മാർക്കിന് മാക്സിമം വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആ ചാപ്റ്ററിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. ഓരോ ചാപ്റ്റേഴ്സിനും നമ്മൾ എത്രത്തോളം സമയം ചെലവഴിക്കണം എന്നുള്ളൊരു ഐഡിയ നമുക്ക് ഉണ്ടാക്കി തരാൻ കൂടിയാണ്. അല്ലാതെ നമ്മൾ ആ ചാപ്റ്ററിൽ നിന്ന് അത്രയും മാർക്ക് മാത്രം പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ളൊരു ഉറപ്പ് അതിൽ നിന്ന് നമുക്ക് തരുന്നില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നീട് മോഡൽ എക്സാമിൻ്റെ അതേ പാറ്റേണിൽ, അതേ വെയിറ്റേജ് തന്നെ ആയിരിക്കുമോ പബ്ലിക് എക്സാമിന് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ അങ്ങനെ തന്നെ ആയിരിക്കും. 99% അങ്ങനെ തന്നെ വരാനാണ് ചാൻസ് ഉള്ളത്. പിന്നീട് ചെറിയ വേരിയേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് ചിലപ്പോൾ 2 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ചിലപ്പം പബ്ലിക് എക്സാമിന് ചോദിക്കുന്നത് 4 മാർക്കിനായിരിക്കും. 8 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ചിലപ്പോൾ 4 മാർക്കിനോ അല്ലെങ്കിൽ 5 മാർക്കിനോ ആയിരിക്കും പബ്ലിക് എക്സാമിന് ചോദിക്കുന്നത്. അങ്ങനത്തെയൊക്കെ ചെറിയ ചെറിയ വേരിയേഷൻസ് മാത്രം എക്സ്പെക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഒരു ചാപ്റ്ററിൽ 5 മാർക്കാണ് മാക്സിമം വെയിറ്റേജ് ആയിട്ട് തന്നിരിക്കുന്നത്. പക്ഷേ ചിലപ്പോൾ 6 മാർക്കിനുള്ളത് ചോദിക്കാനുള്ള സാധ്യത നമുക്ക് ഇല്ലാതില്ല. അതുമാത്രമല്ല, ഈ കഴിഞ്ഞ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും ഇനി വരുന്ന പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും അത് കഴിഞ്ഞ് എഴുതുന്ന എല്ലാവരും ജയിക്കണമെന്നില്ല. അതുപോലെ തന്നെ എഴുതുന്ന എല്ലാവർക്കും എക്സ്പെക്ട് ചെയ്ത മാർക്ക് കിട്ടണമെന്നില്ല. അങ്ങനെയുള്ള ഇംപ്രൂവ് ചെയ്യും. അതുപോലെ തന്നെ എക്സാം ഒക്കെ എഴുതും. അപ്പോൾ ഇതിൻ്റെ എല്ലാം ക്വസ്റ്റ്യൻസ് ഒരേ സമയത്താണ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് വേരിയേഷൻസ് ഈ ഒരു വെയിറ്റേജിനകത്ത് ഉണ്ടാവാൻ ചാൻസ് ഇല്ലെന്ന് നമ്മൾ പറയുന്നത്. ഇനിയുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് പബ്ലിക് എക്സാമിനും റിപ്പീറ്റ് ചെയ്ത് വരാനുള്ള സാധ്യത നിങ്ങൾ മനസ്സിലാക്കണം. മുൻ വർഷങ്ങളിൽ അങ്ങനെയും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ടൊന്ന് റിവൈസ് ചെയ്ത് ചെക്ക് ചെയ്തൊക്കെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. സോ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.